നമ്മുടെ ഇന്നത്തെ ക്ലാസ് ജോഗ്രഫിയുടെ ക്ലാസ്സാണ്. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചു കമൻ്റായിട്ടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജോഗ്രഫിയുടെ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടാമോ, ജോഗ്രഫി മെറ്റീരിയൽസൊക്കെ കൂടുതലായിട്ട് തരാമോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്ക് ഒരു പ്രത്യേക ഫോക്കസ് കൊടുക്കാമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ആവശ്യമായിട്ടുള്ള ക്ലാസ് ഏതാണ്, ഏതെങ്കിലും സബ്ജക്റ്റാണോ, ഏതെങ്കിലും ടോപ്പിക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനാണോ നിങ്ങൾക്ക് ആവശ്യമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകളും കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊന്ന് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് SCERT പാഠഭാഗത്ത് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കൊന്ന് പോവാം. നമ്മളെല്ലാം വ്യത്യസ്ത ഋതുക്കളെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ഋതുക്കളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ചിലർക്ക് ശൈത്യകാലത്തോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ വസന്തകാലത്തോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകാം. അപ്പം വ്യത്യസ്തങ്ങളായ ഋതുക്കളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇത്തരത്തിൽ ഓരോ ഋതുക്കൾക്കും ഓരോ സവിശേഷതയാണെന്ന് നമുക്കറിയാമല്ലോ. ശൈത്യകാലത്ത് മഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അങ്ങനെ ഓരോ ഋതുക്കളിലും ഓരോ സവിശേഷതകളാണുള്ളത്. ഇത്തരത്തിൽ ഋതുക്കളിലെ സവിശേഷതയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ഋതുക്കളിലെ പ്രധാന സവിശേഷതകൾക്ക് കാരണം. അല്ലെങ്കിൽ ഋതുക്കളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തന്നെ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. ഇത്തരത്തിൽ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ കാരണം. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വ്യത്യസ്ത ഋതുക്കളിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥകൾക്കൊക്കെ കാരണമെന്ന് പറയുന്നത് സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. ഇത്തരത്തിൽ ഭൂമിയുടെ പല ഭാഗങ്ങളിലും സൗരോർജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ പ്രധാനപ്പെട്ട കാരണം. ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവും. നമുക്ക് പരിക്രമണം എന്താണെന്നൊന്ന് നോക്കിയാലോ. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ രണ്ടാമത് ഒരു കാര്യം പഠിച്ചിരിക്കുകയാണ്, എന്താണ് പരിക്രമണം. ഇനി നമുക്ക് അച്ചുതണ്ടിൻ്റെ ചരിവൊന്ന് നോക്കിയാലോ. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. ഇവിടെ നോക്കിക്കേ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അച്ചുതണ്ടിന് എത്രയാണ്? 66.5 ഡിഗ്രി ചരിവാണുള്ളത്. ഈ ചരിവ് നമ്മൾ ലംബതലത്തിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ 23.5 ഡിഗ്രിയാണുള്ളത്. എത്രയാണ്? ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ഒരു ചരിവെന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ ഈ പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവിനെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിർത്തുന്നുണ്ട്. ഭൂമിയുടെ പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മളിതിനെ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവിനെ പറ്റിയാണ് ലാസ്റ്റിൽ പറഞ്ഞത്. അച്ചുതണ്ടിൻ്റെ ചരിവ് നോക്കുകയാണെങ്കിൽ പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവാണുള്ളത്. അത് ലംബതലത്തിൽ നിന്നാണ് കണക്കാക്കുന്നതെങ്കിൽ 23.5 ഡിഗ്രിയാണ് ആ ചരിവ്. ഭൂമിയുടെ പരിക്രമണ വേളയിലുടനീളം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്.
ഇതിനെ നമ്മൾ എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മളിതിനെ പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഋതുക്കളിലെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഋതുക്കളും ഓരോ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഋതുക്കളിലും നമുക്ക് പ്രത്യേക തരമായിട്ടുള്ള സവിശേഷതകൾ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സവിശേഷതകളുടെയൊക്കെ കാരണം എന്ന് പറയുന്നത് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. എന്താണ്? സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. അങ്ങനെ വ്യത്യസ്ത ഋതുക്കളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സൗരോർജ്ജത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. സൗരോർജ്ജ ലഭ്യതയിലെ ഇത്തരം ഏറ്റക്കുറച്ചിലുകളുടെ കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഇനി ഭൂമിയുടെ പരിക്രമണം എന്താണ് എന്ന് നോക്കിയാൽ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. എന്താണ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. അതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. എന്താണ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അച്ചുതണ്ടിൻ്റെ ചരിവൊന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 66.5 ഡിഗ്രി ചരിവാണുള്ളത്. എത്രയാണ്? പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 66.5 ഡിഗ്രി ചരിവാണുള്ളത്. ഇത് ലംബതലത്തിൽ നിന്നാണ് കണക്കാക്കുന്നതെങ്കിൽ ഈ ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ് ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവെന്ന് പറയുന്നത്. എത്രയാണ്? ലംബതലത്തിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ചരിവ് 23.5 ഡിഗ്രിയും പരിക്രമണ തലത്തിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ഒരു ചരിവ് 66.5 ഡിഗ്രിയുമാണുള്ളത്. ഇവിടെ പരിക്രമണ വേളയിലുടനീളം എന്താണ്? ഭൂമി ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. എന്താണ്? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവിനെ പറ്റിയും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയെ പറ്റിയും പരിക്രമണതലം എവിടെയാണ്, പകൽ എങ്ങനെയാണ്, സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ ഒരു പ്രദേശം ആകെ പകലാണെങ്കിൽ ഓപ്പോസിറ്റ് വശത്ത് എന്താണ്? ആ സമയത്ത് രാത്രിയാണ്. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും എല്ലാം ഇവിടെ എന്താണ്? ഈ ഒരു ചിത്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഭൂമിയും സൂര്യനും അടുത്തും അകന്നും ആ ഒരു ബോക്സിലായി കൊടുത്തിട്ടുള്ള കാര്യം നമുക്കൊന്ന് വായിക്കാം. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ്? ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവുമാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിലായിട്ട് കാണാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളെ യഥാക്രമം സൂര്യ സമീപ ദിനമെന്നും സൂര്യ വിദൂര ദിനമെന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ഭൂമിയും സൂര്യനും, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനത്തെ നമ്മൾ സൂര്യ സമീപ ദിനമെന്നും എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിനത്തെ നമ്മൾ എന്താണ്? സൂര്യ വിദൂര ദിനമെന്നും പറയുന്നുണ്ട്. ഇനി നമ്മളോട് എന്താണ് സൂര്യ സമീപ ദിനമെന്ന് ചോദിച്ചാലും എന്താണ് സൂര്യ വിദൂര ദിനമെന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. അതുപോലെ തന്നെ ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണെന്ത്? സൂര്യ വിദൂര ദിനമെന്നും പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയാണ്. ഒരു പരിക്രമണ കാലയളവിൽ എന്താണ്? ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ എന്താണ്? നിരന്തരമായിട്ട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനത്തെ നമ്മൾ സൂര്യ സമീപ ദിനമെന്നും അതുപോലെ തന്നെ എന്താണ്? ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നുള്ള ദിനത്തെ നമ്മൾ എന്താണ്? സൂര്യ വിദൂര ദിനമെന്നുമാണ് പറയുന്നത്. അപ്പം നമ്മൾ ഋതുഭേദങ്ങളും സമയക്രമവും എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. പക്ഷേ ആ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത എന്ന് നമ്മൾ കണ്ടു. ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്.
ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. അതും മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന് എന്താണ്? പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ടെന്ന് നമുക്കറിയാം. അത് ലംബതലത്തിൽ നിന്നാണ് കണക്കാക്കുന്നതെങ്കിൽ എത്രയാണ്? 23.5 ഡിഗ്രി ചരിവാണുള്ളത്. പരിക്രമണ വേളയിലുടനീളം ഭൂമി എന്താണ്? ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. സൂര്യനും ഭൂമിയും അടുത്തും അകന്നും എന്നൊരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് സൂര്യ സമീപ ദിനവും മറ്റൊന്ന് എന്താണ്? സൂര്യവിദൂര ദിനവും. സൂര്യ സമീപ ദിനം എന്നാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. അതുപോലെ തന്നെ എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണെന്ത്? സൂര്യ വിദൂര ദിനമെന്ന് പറയുന്നത്. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യൻ്റെ അയനമെന്ന് വിളിക്കുന്നു. എന്താണ് സൂര്യൻ്റെ അയനം? സൂര്യൻ്റെ അയനം എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കിനുമിടയിലായിട്ട് എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക്, അതായത് അവിടെ 23.5 ഡിഗ്രി എന്താണ്? വടക്കിനും ദക്ഷിണായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ട് എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ എന്താണ്? ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. എന്താണ്? സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു പരിക്രമണ കാലത്തിൽ, അതായത് ഒരു വർഷം, ഒരു പരിക്രമണ കാലം എന്ന് പറയുന്നത് ഒരു വർഷമാണല്ലോ. ഒരു പരിക്രമണ കാലത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് നമ്മളെന്താണ് ഈ ഒരു ചിത്രത്തിലായിട്ട് കണ്ടിട്ടുള്ളത്. എന്താണ്? ഒരു പരിക്രമണ കാലത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് നമ്മളിവിടെ ചിത്രത്തിലായിട്ട് കാണിച്ചിട്ടുള്ളത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ എന്താണ്? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. കാരണം സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് പൊതുവേ കൂടുതലായിരിക്കും. ചരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ എന്താണ്? ചൂട് കുറവായിരിക്കും. അപ്പം എന്താ? സൂര്യൻ്റെ അയനം മൂലമാണ് ഭൂമിയിൽ എന്താണ്? സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നത്. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഇടങ്ങളിൽ പൊതുവെ ചൂട് എന്താണ്? കൂടുതലായിരിക്കും. ചരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിൽ എന്താണ്? ചൂട് പൊതുവെ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒരു പ്രാവശ്യം കൂടി എന്താണ് മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ, നമ്മൾ സൂര്യൻ്റെ അയനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? സൂര്യൻ്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്താണ്? ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഈ അയനമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ എന്താണ്?
ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് ചൂട് പൊതുവെ കൂടുതലായിരിക്കും. ചരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ചൂട് പൊതുവെ കുറവുമായിരിക്കും. നമ്മൾ സൂര്യൻ്റെ അയനം പറഞ്ഞു. അയനമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞു. സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന സ്ഥലങ്ങളിൽ ചൂട് കൂടുതലായിരിക്കുമെന്നും സൂര്യപ്രകാശം ചരിഞ്ഞു പതിക്കുന്ന ഇടങ്ങളിൽ പൊതുവെ ചൂട് കുറവായിരിക്കുമെന്നുമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഈ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ. ഈ ഡേറ്റുകളും ഈ ഡേറ്റുകളുടെ പ്രത്യേകതകളും എന്താണെന്ന് നമുക്കെന്താണ് ഇതിന് പിന്നാലെ പറയാം. നമ്മളത് എടുത്തു പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇനി നമുക്ക് സൂര്യൻ്റെ അയനവും ഋതുക്കളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ട് ആവർത്തിക്കുന്നു. എന്താണ് സൂര്യൻ്റെ ഈ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നീ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ട് ആവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഋതുക്കൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഋതുക്കൾ? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം. ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ 4 ഋതുക്കൾ എന്താണ് സൂര്യൻ്റെ അയനം മൂലം എന്താണ് ചാക്രികമായിട്ട് ആവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായിട്ട് അനുഭവപ്പെടാറില്ല. എന്താണ് വർഷം മുഴുവന് ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ എന്താണ് പ്രകടമായിട്ട് അനുഭവപ്പെടാറില്ല. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത്. എന്താണ് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളില്ലേ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദക്ഷിണധ്രുവം, ഉത്തരധ്രുവം, ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, സൂര്യരശ്മികൾ പതിക്കുന്നത് ഒക്കെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. എന്താണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുന്നത്. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ്. എന്താണ് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് എന്താണ് നേർമുകളിലായിരിക്കുന്നത് മാർച്ച് 21 സെപ്റ്റംബർ 23 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ എന്താണ് ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കും. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് മാർച്ച് 21 സെപ്റ്റംബർ 23 എന്നൊക്കെയാണ് മാർച്ച് 21 സെപ്റ്റംബർ 23 അതുകൊണ്ട് ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്താണ് തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാണ് ഈ ദിവസങ്ങളെ വിളിക്കുന്നത്.
മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാകുന്നു. ഈ ദിനങ്ങളെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഗ്രീഷ്മ അയനാന്തം എന്നാണ് വിളിക്കുന്നത്. മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനങ്ങളെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. എന്താണ്? മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരാർദ്ധ രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് എന്നാണ്? ഈ ദിനത്തിലാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. എന്താണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണിത്. ചെടികളൊക്കെ തളിർക്കുകയും പുഷ്പിക്കുകയും മാവ് പൂക്കുന്നതും പ്ലാവിലൊക്കെ ചക്കയുണ്ടാകുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് വസന്തകാലത്തിൻ്റെ സവിശേഷതയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? നമുക്കൊന്ന് നോക്കാം, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ടയനം ചെയ്ത് സൂര്യൻ സെപ്റ്റംബർ 23 വീണ്ടും എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം. അപ്പം എന്താണ്? ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ടയനം ചെയ്ത് സൂര്യൻ്റെ യാത്ര ആരംഭിക്കുന്നു. അതെന്താണ്? സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലങ്ങളിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ടയനം തുടങ്ങി സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിളിക്കുന്നത്. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. നമുക്കിതൊന്നുകൂടി ആവർത്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ടയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലേക്ക് എത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത്? വേനൽക്കാലം അല്ലെങ്കിൽ സമ്മർ സീസൺ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ടയനം തുടങ്ങുന്ന സൂര്യൻ എന്താണ്? ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഈ ദിവസമാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഹേമന്തകാലമാണ്. വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയൊക്കെ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഒരു സമയമില്ലേ? ആ കാലത്തെയാണ് ഹേമന്തകാലം എന്ന് പറയുന്നത്. ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുകയും പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. മരങ്ങളൊക്കെ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണിത്. വരാനിരിക്കുന്ന ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പുകളായിട്ടാണ് ഈ ഇല പൊഴിക്കലിനെയൊക്കെ കാണുന്നത്. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ടയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും മധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം. ഇത് നമുക്കൊരു പട്ടികയിലായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് സോർട്ട് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്താണ്? സൂര്യൻ്റെ അയനം നോക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ ഈ സമയം എന്താണ്? വസന്തം എന്നറിയപ്പെടും.
ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ സമയത്ത് എന്താണ് ആ ഋതുവിന് അറിയപ്പെടുന്നത്? ഹേമന്തം എന്നാണ്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മമാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ അതെന്താണ്? ശൈത്യമാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അത് ഹേമന്തമാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമാണ്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ അത് ശൈത്യമാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? ഗ്രീഷ്മമാണ്. ഈ ഒരു ചാർട്ടിൽ പറയുന്ന ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ എന്താണ്? ഓരോ അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലായിക്കോട്ടെ അനുഭവപ്പെടുന്ന ഋതു ഏതാണെന്ന് ഓർക്കണം. സൂര്യൻ്റെ അയനം എങ്ങോട്ടാണെന്ന് ഓർക്കണം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തമായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യവുമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കാണ്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തവുമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? ഗ്രീഷ്മവുമായിരിക്കും. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ എന്ന് പറഞ്ഞ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഋതുക്കളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിലാണ്. വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും. ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലും. ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും. അങ്ങനെ ഇന്ത്യയിൽ പൊതുവെ 6 വ്യത്യസ്ത ഋതുക്കളുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ്? വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിൽ, വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലും, ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും. നമുക്കിനി ഉത്തരായനവും ദക്ഷിണായനവും ഒന്ന് നോക്കാം. എന്താണ് ഉത്തരായനവും ദക്ഷിണായനവും? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. എന്താണ്? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് നമ്മൾ ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. എന്താണ്? ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ദക്ഷിണായനമെന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായിട്ട് ക്ലിയർ ആയിക്കോളും. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു.
ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനമെന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം എന്താണ്? ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മായനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണെന്ത്? ദക്ഷിണായനമെന്ന് വിളിക്കുന്നത്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം എന്താണ്? തുടർച്ചയായിട്ട് പകലായിരിക്കും. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് ഈ കാലയളവിൽ എന്താണ്? ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായിട്ട് എന്തായിരിക്കും? പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം എന്താണ്? തുടർച്ചയായിട്ട് രാത്രിയായിരിക്കും. അപ്പോൾ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ എന്താണ്? 6 മാസക്കാലം തുടർച്ചയായിട്ട് പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ ഈ 6 മാസക്കാലം എന്തായിരിക്കും? തുടർച്ചയായിട്ട് രാത്രിയായിരിക്കും. ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണെന്നാണ് കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഒരു നിസ്സാര കാര്യം, അതിപ്പോഴും എന്താണ് പഴയ അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അവർ പുറത്തേക്ക് നോക്കിയിട്ടായിരുന്നു സമയം എത്രയായി, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണിയായി കാണും, വൈകുന്നേരം സന്ധ്യയായി കാണുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് സൂര്യൻ എന്താണ്? സൂര്യൻ്റെ ഉച്ചസ്ഥാനവും സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിക്കുന്നതിന് ഈ ഒരു രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണെന്നാണ് കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ പഴയ കാലത്ത് സമയം നിർണ്ണയിച്ചിരുന്ന രീതിയിൽ നിന്നൊക്കെ മാറി പിന്നീട് കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമായി ഈ സമയനിർണ്ണയം എന്ന് പറയുന്നത്. പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഭ്രമണം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഭ്രമണഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അപ്പോൾ ഭ്രമണവുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഭ്രമണം പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടായതിനാലാണ് സൂര്യോദയം കിഴക്ക് നിന്നായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഭ്രമണം ചെയ്യുന്നുണ്ട്. ഈ ഭ്രമണഫലമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭ്രമണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ടാണ് സൂര്യോദയം കിഴക്ക് നിന്നായിട്ടുള്ളത്. ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരയ്ക്കുകയാണെങ്കിൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും നമുക്ക്. 360 ഡിഗ്രി തിരിയാനായിട്ട് ഭൂമിക്ക് വേണ്ടത് എത്രയാണ്? 24 മണിക്കൂറാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 1440 മിനിറ്റാണ് വേണ്ടി വരുന്നത്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് മിനിറ്റിലാണെങ്കിൽ 1440 മിനിറ്റാണ് വേണ്ടി വരുന്നത്. ഭൂമി
എന്താണ് കോണളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അത് ഓരോ ഡിഗ്രി കോണളവിനെയും നമ്മൾ ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. അപ്പോൾ 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണെന്ന് നമുക്കറിയാം. ആ 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ 24 × 60. അപ്പോൾ എത്രയാണ് 1440. അങ്ങനെ 1440 മിനിറ്റാണ് എന്ത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം. ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ട സമയം എത്രയാണെന്ന് നോക്കിയാൽ 1440/360, അതായത് 4 മിനിറ്റാണ് ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാനായിട്ട് ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അതായത് 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. 15 × 4 മിനിറ്റ് എത്രയാ 60 മിനിറ്റ്. ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവറാണ്, 1 മണിക്കൂറാണ്. അപ്പോൾ ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. ഇതിൽ ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശ വീതം വരയ്ക്കുകയാണെങ്കിൽ 360 രേഖാംശ രേഖകൾ ഉണ്ടാവും. അങ്ങനെ 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 24 × 60 എത്രയാ 1440 മിനിറ്റാണ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് 1440 മിനിറ്റാണ് വേണ്ടി വരുന്നത്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ട സമയം 1440 / 360, അതായത് 4 മിനിറ്റാണ്. അപ്പോൾ 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതായത് 15 × 4 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്, 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 അവറാണ്. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാപ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാപ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നതിന് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. അത് മനസ്സിലായോ? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. അത് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്നും കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് ഇത് 4 മിനിറ്റ് കുറഞ്ഞുമാണ് വരുന്നത്. ഇനി നമുക്ക് ഗ്രീനിച്ച് സമയവും സമയമേഖലയും ഒന്ന് നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് കിട്ടിയത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുള്ള സമയവും നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖയെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും പറയുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. ഗ്രീനിച്ച് സമയം എന്ന് നമുക്ക് നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയും സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് നോക്കാം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല സ്ഥലങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും.
ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ ഒരു പൊതു സമയമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശ രേഖകളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ടാണ് പരിഗണിക്കുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഒന്നുകൂടി അതിനെ ഒന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പലതരത്തിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു പൊതു സമയമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങളൊക്കെ നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് പരിഗണിക്കുന്നു, സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് പരിഗണിക്കുന്നു. അതോടൊപ്പം മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്.